ബംഗ്ലാദേശിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ത്യൻ മിഷനിൽ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്ന നരേന്ദറാണ് മരിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ചാറ്റോഗ്രാം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു തലവൂരാണ് ചേരുന്നത്. വിഷ്ണു, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? ബംഗ്ലാദേശിലാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ മിഷനിൽ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്ന നരേന്ദറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ചാറ്റോഗ്രാം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാരണങ്ങൾ ഇനി വ്യക്തമാകാനുണ്ട്. കൂടുതൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിക്കുന്ന റിപ്പോർട്ടിലും ഒപ്പം തന്നെ പോലീസിന്റെ തുടരന്വേഷണത്തിലും അടക്കം കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ്, എന്തായാലും ഇന്ത്യൻ മിഷനിൽ അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറായി സേവനമനുഷ്ഠിച്ചിരുന്ന നരേന്ദ്രനെയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഡാറ്റ എൻട്രി റൂമിലെ ശുചിമുറിക്ക് മുന്നിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഇതിന് പിന്നാലെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ഇത്തരത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അവിടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ചുകൊണ്ട് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. സംഭവം അന്വേഷിക്കുന്നതിന് വേണ്ടി, അതായത് ഇത്തരത്തിൽ നരേന്ദ്രന്റെ ഒരു മരണം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തലത്തിൽ വിമർശനമടക്കം ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം ബംഗ്ലാദേശിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളെ തന്നെ വലിയ തലത്തിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ വംശജർക്കെതിരെ അടക്കം വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ കുറച്ച് നാൾ പിന്നെ ബംഗ്ലാദേശിൽ അരങ്ങേറിയിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ അതിനൊക്കെ പിന്നാലെയാണ് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ മറ്റു നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷയ്.